ഇ.പി. ജയരാജൻ വധശ്രമക്കേസിൽ വാടക കൊലയാളികളായ മുഖ്യപ്രതികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ പ്രതി ചേർക്കുന്നത്. 2 റിവോൾവറുകളും തിരകളും തന്നത് കെ സുധാകരൻ ആണ് എന്നായിരുന്നു ഒന്നാം പ്രതി വിക്രം ചാലിൽ ശശിയുടെ മൊഴി. ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിലും സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്നതിനാൽ സുധാകരന് പൂർണ്ണമായും ആശ്വസിക്കാറായിട്ടില്ല. ഛത്തീസ്ഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങവേ 1995 ഏപ്രിൽ 12 രാവിലെ 10:20 രാജധാനി എക്സ്പ്രസിൽ വെച്ച് ഇ.പി. ജയരാജന് നേരെയുള്ള വധശ്രമം. വാടക കൊലയാളികളാണ് വെടിയുയർത്തത്. ട്രെയിൻ ആന്ധ്രയിലെ ചിരാല റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഇ.പി. ജയരാജൻ വാഷ് ബേസിനിൽ നിന്നും മുഖം കഴുകവേ ഒന്നാം പ്രതി വിക്രം ചാലിൽ വെടിവെച്ചത്. രണ്ടാം പ്രതി പേട്ട ദിനേശനും ഒപ്പമുണ്ടായിരുന്നു. വെടിവെപ്പിന് പിന്നാലെ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ദിനേശനെ നാട്ടുകാർ പരിക്കുകളോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. മറ്റൊരു ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച വിക്രം അന്ന് തന്നെ ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചെന്നൈ റെയിൽവേ പോലീസിനോട് നടത്തിയ കുറ്റസമ്മത മൊഴിയിൽ കെ സുധാകരനാണ് തോക്കുകളും തിരകളും നൽകിയതെന്ന് വിക്രം വെളിപ്പെടുത്തി. ഇതിനെ തുടർന്ന് റെയിൽവേ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ സുധാകരനെ പ്രതി ചേർത്തത്. CBCID നടത്തിയ അന്വേഷണത്തിലും കെ സുധാകരനെതിരെ തെളിവുകൾ ലഭിച്ചിരുന്നു. എന്നാൽ അന്തിമ കുറ്റപത്രത്തിൽ സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല. കേന്ദ്രത്തിലും ആന്ധ്രാപ്രദേശിലും ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് രാഷ്ട്രീയ ഇടപെടലിലൂടെ സുധാകരനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി എന്നതായിരുന്നു CPIMന്റെ ആരോപണം. ഒന്നാം പ്രതി വിക്രം ചാലിൽ വിചാരണയ്ക്കിടെ മരിച്ചു. രണ്ടാം പ്രതി പേട്ട ദിനേശൻ 19 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഓങ്കോൾ കോടതി കെ സുധാകരനെ വിചാരണ ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇ.പി. ജയരാജൻ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സുധാകരനെ പ്രതി ചേർത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. ഈ കേസിൽ കുറ്റവിമുക്തനാക്കണമെന്ന സുധാകരൻ്റെ ആവശ്യമാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. അതേസമയം സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം തുടരുമെന്നതിനാൽ സുധാകരന് പൂർണ്ണമായും ആശ്വസിക്കാനാകില്ല. കൈരളി ന്യൂസ്, കണ്ണൂർ.